ഹലോ ഗൈസ്, എന്റെ വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് കൊച്ചിയിലേക്കുള്ള യാത്രയിൽ വിമാനത്തിൽ കയറി യാത്ര ചെയ്ത ഒരു സുഹൃത്ത്, പാലക്കാട് സ്വദേശി ജംഷീർ എന്ന് പറയുന്നവൻ, വിമാനത്തിന്റെ എക്സിറ്റ് പാനൽ അടിച്ചു തകർക്കുകയും അതുപോലെ തന്നെ വിൻഡോയുടെ ഗ്ലാസ് അടിച്ചു തകർക്കുകയും ചെയ്തു. ആ സംഭവം നമുക്ക് കാണാം. അതിന്റെ മുമ്പായി എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ടച്ച് ചെയ്യുക. അപ്പൊ ഞാൻ വിടുന്ന വീഡിയോ നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട്. അപ്പൊ ഓക്കെ, വീഡിയോയിലേക്ക്. വിമാനത്തിൽ അക്രമമുണ്ടാക്കിയ മലയാളി അറസ്റ്റിലായി. വിമാനത്തിന്റെ വിൻഡോ പാനൽ തകർത്ത യാത്രക്കാരാണ് അറസ്റ്റിലായത്. പാലക്കാട് സ്വദേശിയാണ് ജംഷീറാണ് അറസ്റ്റിലായത്. എന്താണ് വിവരം? വിമാനത്തിനുള്ളിലെ അക്രമത്തിന്റെ ദൃശ്യങ്ങൾ. ഇയാൾക്കെതിരെ വധശ്രമ കുറ്റം ഉൾപ്പെടെ ചുമത്തി എന്നതാണ് വിവരം. പ്രദീപ് ജോസഫാണ് ചേരുന്നത്. പ്രദീപ്, ഏത് വിമാനത്തിൽ എപ്പോഴായിരുന്നു ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്? എത്രത്തോളം അപകടകരമായി ഇയാൾ പെരുമാറി എന്നതാണ് ഈ കേസിന്റെ സ്വഭാവത്തിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പം വിമാനത്തിലുള്ള ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുള്ള ആ ദൃശ്യങ്ങളിലും എന്തൊക്കെ കാര്യങ്ങൾ വ്യക്തമാകുന്നു? രതീഷ്, കഴിഞ്ഞ രാത്രി കൊലാലംപൂരിൽ നിന്ന് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് വന്ന ബാട്ടിക് എയർലൈൻസിന്റെ OD-231 നമ്പർ എയർക്രാഫ്റ്റിലാണ് നാടകീയമായ സംഭവങ്ങൾ ഉണ്ടായത്. ഈ വിമാനത്തിന്റെ 12A എന്ന സീറ്റിൽ ഇരിക്കുകയായിരുന്ന പാലക്കാട് സ്വദേശി ജംഷീറാണ് പ്രകോപനം ഉണ്ടാക്കിയത്. ഇയാൾ എയർക്രാഫ്റ്റിന്റെ എമർജൻസി എക്സിറ്റ് ഡോറിന്റെ വിൻഡോ പാനൽ അടിച്ചു തകർക്കുകയായിരുന്നു. 3-4 പാളികളായാണ് ഈ വിൻഡോ പാനൽ ഉള്ളത്. ഇതിൽ വിമാനത്തിന് ഉൾഭാഗത്തുള്ള വിൻഡോ പാനലാണ് തകർത്തത്. അതിനുശേഷം ഈ എമർജൻസി എക്സിറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുകയും ചെയ്തു. ആദ്യ തവണ ഈ ശ്രമം പരാജയപ്പെട്ടു. പക്ഷേ ഈ എമർജൻസി എക്സിറ്റ് തള്ളി തുറക്കാൻ ശ്രമിക്കുമ്പോൾ അതിൽ നിന്ന് വലിയ തോതിൽ മർദ്ദം പുറത്തേക്ക് വരും. അതിലൊരു ശബ്ദമൊക്കെ ഉണ്ടാകാറുണ്ട്. ഈ ശബ്ദം പുറത്തു വന്ന് യാത്രക്കാർ പരിഭ്രമിച്ചു. അവർ ബഹളം വെച്ച് യാത്രക്കാർ എല്ലാവരും ചേർന്ന് ഇയാളെ പിടികൂടുകയായിരുന്നു. പിന്നീട് CSFന് കൈമാറി. CSF ഇയാളെ നെടുമ്പാശ്ശേരി പോലീസിന് കൈമാറി. നെടുമ്പാശ്ശേരി പോലീസ് ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു. വൈകിട്ടോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തി. എന്തൊക്കെയാണല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്? ഇപ്പൊ തൂഫാൻ എന്ന് പറയുന്ന ഒരു സംവിധാനം കൊണ്ടുവന്നിട്ടും ഒരുപാട് മയക്കുമരുന്നുകൾ പിടിക്കപ്പെട്ടിട്ടും ഇപ്പോഴും നമ്മുടെ യുവതലമുറയിൽപ്പെട്ട ആളുകൾ മയക്കുമരുന്ന് യൂസ് ചെയ്ത് അതിന്റെ അഡിക്റ്റ് ആയിക്കൊണ്ട് പല പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ കാണുമ്പോൾ ഒരു വേദന, സങ്കടം തോന്നുകയാണ്. കാരണം എന്താ പറയുകയാണെങ്കിൽ ഇതൊക്കെ നമുക്ക് വേണ്ടിയിട്ടല്ല, നമ്മുടെ ഭാവിയിലേക്ക്, അതായത് ആരോടാണോ ഇത് ചെയ്യരുതെന്ന് പറയുന്നത് അവരുടെ ഭാവി ഓർത്തിട്ടാണ്. അല്ലാതെ സർക്കാരിന് എന്തെങ്കിലും നേട്ടങ്ങൾ കിട്ടാനല്ല. മയക്കുമരുന്നൊക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ഭാവിയാണ് തകർന്നു പോകുന്നത്. അതുപോലെ തന്നെ കുടുംബത്തിന്റെ ഭാവി. നമുക്ക് നമ്മുടെ കൂട്ടുകാരനെ നഷ്ടപ്പെടും, ഉമ്മനെ നഷ്ടപ്പെടും, ഉപ്പനെ നഷ്ടപ്പെടും, കുട്ടികളെ നഷ്ടപ്പെടും. ഇതൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ തൂഫാൻ എന്ന് പറയുന്ന സംവിധാനം കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക, മയക്കുമരുന്നൊന്നും അഡിക്റ്റ് ആവാതിരിക്കുക, ശ്രദ്ധിക്കുക എന്നാണ് പറയാൻ. ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.